ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് മെയിനായിട്ട് 2 പരിപാടിയുണ്ട്. ആദ്യം തന്നെ ശ്രീകുട്ടീനെ പോയിട്ടൊന്ന് കാണണം. അവളെ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ടൗണിലേക്കാണ് പോവുക. ഒരു ഷോപ്പിംഗ് കൂടെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ കൂടെ ഇളയച്ചനും മേമയുണ്ട്. ഞങ്ങൾ അവരെ മാവൂര് പോയി കൂട്ടിയിട്ട് വന്നതാണ്. ശ്രീകുട്ടീൻ്റെ അമ്മയും അച്ഛനും ആണ് കേട്ടോ അത്. അപ്പം അവൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയായതുകൊണ്ട് ലഗേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാം കൊണ്ട് പോവുകയാണ്. കൊടുവള്ളി കിംസ് ഹോസ്പിറ്റലാണ് ഇത്. പിന്നെ ഈ വ്ളോഗ് കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ്. ഞാൻ ഇത്തിരി ബിസി ആയി പോയത് കാരണം ഇടാൻ ലേറ്റ് ആയതാണ്. റൂമിന്റെ ഡോറ് തുറക്കുമ്പോൾ സർപ്രൈസ് ആയി ഞങ്ങളെ കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയതായിരുന്നു കേട്ടോ ഞങ്ങള്. പക്ഷെ അവിടെ എത്തി നോക്കിയപ്പോൾ ഡോറ് ലോക്കായി കിടക്കുകയായിരുന്നു. സംഭവം അവരെന്തോ ടെസ്റ്റ് ചെയ്യാൻ എന്തോ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവളെ ലേബർ റൂമിൽ കയറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ലേബർ റൂമിന്റെ അടുത്തേക്ക് പോയി. അവിടെ അവളുടെ ഹസ്ബൻഡും മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അവളെ വീൽ ചെയറിലൊക്കെ ഇരുത്തി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എനിക്ക് ചിരി വരും, ഓക്കാണെങ്കിൽ അതിലും വലിയ ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ സമൂനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അവൾ എൻ്റെ അടുത്ത് അധിക നേരം ഒന്നും നിന്നില്ല, വേഗം താഴെ ഇറങ്ങി. അപ്പം അച്ചു ഇങ്ങനെ പരിചയം പുതുക്കാൻ വേണ്ടി സമൂൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നേ. സമു എന്താണെന്നറിയില്ല, ഇന്ന് ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു. അവള് അച്ചുവിനെ അധികം മൈൻഡൊന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അവൾ മറന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ മെല്ലെ ഓടിപ്പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ അച്ചുവിന്. ഞാൻ കയ്യോടെ പിടിച്ച ഏട്ടൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയേ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സമൂൻ്റെ കൂടെ പോയിട്ടോ. സമു ഫോണ് നോക്കിയിരുന്നു. അവനും ഇപ്പോൾ ലേശം ഫോൺ കളിയൊക്കെ കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവൻ പോയി അവളെടുത്ത് നിന്ന് ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് കളിച്ചിട്ടും അവൾ ഫോണ് വിട്ട് മാറുന്നില്ല. അച്ചു കുറേ പിടിച്ച് വലിക്കാനൊക്കെ നോക്കി, എന്നാലും അവൾ മാറുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി, ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ടൗണിലെത്തി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് വേഗം പോവാന്ന് വിചാരിച്ചു. ആദ്യം പോയത് സിൽക്ക് മന്ദിറിലാട്ടോ. ഇവിടെ കുറച്ച് റേറ്റ് ഒക്കെ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല കളക്ഷൻസും ഉണ്ട്. ഞങ്ങൾ ശ്രീകുട്ടീൻ്റെ മാരേജിൻ്റെ സാരി ഇവിടെ നിന്നായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വ്ളോഗ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അഭിഷ ഡ്രസ്സ് എടുത്തതും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്, നല്ലതാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇവിടുന്ന് ശ്രീകുട്ടി ഡ്രസ്സ് എടുത്ത അതേ സമയത്താട്ടോ അച്ചുവിനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുണ്ടും ഷർട്ടും ധോത്തിയായിരുന്നേ. അടിപൊളി ഡ്രസ്സാട്ടോ അത്. ഞാൻ ഇതേപോലത്തെ സാധനം ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് തീരെ കിട്ടിയിട്ടില്ലായിരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലും മഞ്ഞ കളറും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് അടിപൊളി സാധനം കിട്ടി. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ വേഗം ഇങ്ങോട്ട് തന്നെ വന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ആദ്യമായിട്ട് നോക്കിയത് ഗുരുവായൂർ കല്യാണത്തിന് പോകുമ്പോൾ ഇടാനുള്ള ധാവണിയാണ്. അതും ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉള്ളൊരു ധാവണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുരിദാർ നോക്കി. ചുരിദാറിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള സാരിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാരീൻ്റെ കളക്ഷനും നന്നായിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല റേറ്റ് ഉള്ളതാണ്, അങ്ങനത്തതിലും ഉണ്ട്. കുറച്ച് കുറഞ്ഞതാണെങ്കിൽ അതിലും ഉണ്ട്. നല്ലോണം കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് ഞങ്ങൾ ആകെ എടുത്തത് എനിക്കുള്ള ധാവണി, അമ്മയ്ക്കുള്ള സാരി മാത്രമാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച SM സ്ട്രീറ്റിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന്. ഇപ്പം നമ്മൾ കോഴിക്കോട്ടുകാരായതുകൊണ്ട് തന്നെ SM സ്ട്രീറ്റിൽ പോവാത്ത ഷോപ്പിംഗ് നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ആദ്യം ഞങ്ങൾ ശ്രീകുട്ടീൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്ന സമയത്ത് ഫാഷൻ ബസാറിൽ ഞാൻ വിചാരിച്ച പോലത്തെ കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഫാഷൻ ബസാറിൽ നല്ല കളക്ഷൻ ഉണ്ട്, ഒന്ന് അവിടെ കയറിയിട്ട് SM സ്ട്രീറ്റിൽ പോവാന്ന്. അപ്പം ഏട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാ, ഉള്ളിൽ എത്ര കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഉള്ളിലേക്ക് കയറാൻ പറ്റണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ വേഗം SM സ്ട്രീറ്റിലേക്കാണ് വന്നത്. ഇവിടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, നല്ല തിരക്കാണ്, പാർക്കിംഗ് ഒന്നുമില്ല. പക്ഷേ അടുത്ത് തന്നെ പേ പാർക്കിംഗ് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് വേഗം ഉള്ളോട്ട് കയറാൻ പറ്റി. ഞങ്ങൾ ആദ്യം വാങ്ങാൻ പോയത് എനിക്ക് ഇടാൻ വേണ്ടി കുറച്ച് ഡെയിലി വെയർ കളക്ഷൻ ഒക്കെയാണ് കേട്ടോ. എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല, ഉള്ളതൊക്കെ ഫീഡിങ് കുർത്തിയൊക്കെ ആയിരുന്നു. അപ്പം പാൻറ്റും ബനിയനും വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ചുവിനും കുറച്ച് എന്തേലും പാൻറ്റും ബനിയനും ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. അവൻ്റെതും ഒക്കെ കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ നിന്നത്. ഇവിടെ ആണെങ്കിൽ ഈ സൈഡിൽ, റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള കടയാണ് ഇത്. ഇവിടെ നല്ല റേറ്റ് കുറവിന് മുമ്പൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. വീട്ടിൽ നിന്ന് ഇടാനുള്ള
അച്ചുവിൻ്റെ 4 പാൻറ്റും 4 ബനിയനും വാങ്ങിയത് എനിക്ക് തോന്നുന്നത് 250 രൂപേൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടുതലായിട്ടില്ല. എനിക്കും അതേപോലെ തന്നെ നല്ല പൈസ കുറവിലാണ് കേട്ടോ അവിടുന്ന് സാധനം കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ വീട്ടിലിടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങാറുണ്ടായിരുന്നത്. ഏട്ടൻ എപ്പോഴും പറയും വീട്ടിൽ നിന്ന് SM-ലേക്ക് പെട്രോൾ അടിച്ചു പോകുന്ന ആ പൈസയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ ഇതിനേക്കാളും നല്ല ഡ്രസ്സൊക്കെ വാങ്ങാന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, ചില ശീലങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. പണ്ട് അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നിട്ടായിരുന്നു വാങ്ങൽ. ആ ഓർമ്മയാണ് എനിക്കിപ്പോഴും. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇല്ല, കെട്ടിയോൻ്റെ കൂടെയാണ് ഇപ്പോൾ വരുന്നത്. ആ ഓർമ്മയിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഏട്ടൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ മണ്ടത്തിയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഓർമ്മകളൊന്നും ഇല്ലാതാവുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാട്ടോ ഞാനിപ്പോഴും ഇവിടെ വന്നിട്ട് തന്നെ ഇതൊക്കെ വാങ്ങുന്നത്. SM-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വികാരം തന്നെയാട്ടോ എല്ലാ കോഴിക്കോട്ടുകാർക്കും. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും വെറുതെ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ പറയും ഏട്ടൻ്റെ അടുത്ത് വെറുതെ ഒന്ന് അവിടെ ഇറങ്ങാം, അതിലൊന്ന് നടക്കാം. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുക എനക്ക് പ്രാന്താണോ, എന്തിനാ നടക്കുന്നത്? ഞാൻ പറയും എനിക്ക് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണെന്ന്. SM സ്ട്രീറ്റിൽ വന്ന ആൾക്കാരെ കാണാൻ. അതൊക്കെ വിറ്റായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ഈ ഭാഗത്തേക്കുള്ള വരവൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. കുട്ടിയായതിൻ്റെ ശേഷം തീരെ വരാതായി. ഇപ്പോഴാണ് പിന്നെ ഒന്ന് ശരിയായി വരുന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് കടയിൽ കയറി ഇറങ്ങി കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. കോയിൻകോൻ്റെ ഉള്ളിലും കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തെ ഒന്നും അവിടെ നിന്നൊന്നും കിട്ടുന്നില്ലേ. പിന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അച്ചുവിന് നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എവിടെയെങ്കിലും ഒന്ന് കയറി നോക്കാം, കുറച്ചെങ്കിലും നല്ലത് എടുത്തിട്ട് പോരാന്ന് വിചാരിച്ച് ഞങ്ങളൊരു കടയിൽ കയറി. അവിടുന്ന് ഒന്ന് എടുത്തു. പക്ഷേ എനിക്കതങ്ങോട്ട് തീരെ ശരിയായിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് എടുത്തിട്ട് ഞങ്ങളിതാ പോവാണ്. ഇനിയും ഒരുപാട് സാധനം വാങ്ങാണ്ട് കേട്ടോ. അമ്മയ്ക്ക് ബ്ലൗസിൻ്റെ തുണി വാങ്ങാനുണ്ട്, എനിക്ക് മഞ്ഞ ഡ്രസ്സ് വാങ്ങാനുണ്ട്, പിന്നെ അച്ചുവിന് വാങ്ങാനുണ്ട്, ഏട്ടന് ഡ്രസ്സ് വാങ്ങാനുണ്ട്, എനിക്ക് ചെരുപ്പ് വാങ്ങാനുണ്ട്, ഓർണമെൻറ്റ്സ് വാങ്ങാനുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ ചുരിദാർ തിരങ്ങി നടന്ന് രാത്രിയായി. എല്ലാവർക്കും വിശന്ന് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എവിടെയാ ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് നോക്കി പോവുകയാണേ. മാനാഞ്ചിറ ചുറ്റിയാണേ പോകുന്നത്. മാനാഞ്ചിറ കാണുമ്പം എപ്പോഴും ഒരു സങ്കടമാട്ടോ. ഞാൻ പണ്ടൊക്കെ, അതായത് കല്യാണത്തിൻ്റെ മുന്നേ എല്ലാ ആഴ്ചയും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പുറത്തേക്കൊക്കെ. പക്ഷേ ഇപ്പം അതിനൊന്നും പറ്റുന്നില്ല. വാവയായതുകൊണ്ട് തീരെ പറ്റുന്നില്ല. ആ ഒരു വിഷമം എപ്പോഴും എനിക്ക് ഉള്ളിലുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒറ്റ പ്രാവശ്യം പോലും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ലേ. ഇനിയിപ്പോൾ അച്ചു കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് ഞാൻ അവനെയും കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ ഇതിലിങ്ങനെ കറങ്ങി നടക്കും പഴയ പോലെ തന്നെ. ഇതൊക്കെ പ്ലാനിങ്ങിലുണ്ട് കേട്ടോ. ഞങ്ങൾ നിക്ഷാൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നത്. എൻ്റെ ഫോൺ ഇവിടെ നിന്നാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു 6 മാസമൊക്കെ ആയി കാണുന്നു. പിന്നെ ഇതിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എപ്പോൾ നോക്കിയാലും തിരക്കാണ്. ഞാൻ ഏത് സമയത്ത് പോയാലും ഇവിടെ നല്ല തിരക്കുണ്ടാവേ. നമ്മുടെ കോഴിക്കോട് ഇത്രയും ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പ് വേറെ ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, വേറെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടതിൽ വെച്ചുള്ളതാണേ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അച്ചു ഇതിൻ്റെ ഇടയ്ക്ക് വിശന്നിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊരു തട്ടുകടയിൽ കയറിയിട്ട് അച്ചുവിന് കഴിക്കാൻ വേണ്ടി കിളിക്കൂട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ കൊടുക്കുകയാണ്. അതിന് നല്ല എരിവുണ്ട് കേട്ടോ. പക്ഷേ അത് അവൻ കഴിക്കുന്നുണ്ട്, അവനൊരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി മന്തിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഏട്ടൻ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ളത് ഞങ്ങൾ പാർസലായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കലൊന്നും നടക്കില്ല, കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ്. ഇനി ഒരുപാട് സാധനം വാങ്ങാനുണ്ട്. അതൊക്കെ ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ.